അവൻ ജനിച്ചു വീഴുമ്പോ ഇൻഫാന്റ് ആണ്, കൈക്കുഞ്ഞ്, ശിശു. അവിടെ നിന്ന് കുറച്ചുകൂടെ വരുമ്പോ നമ്മൾ കുഞ്ഞെന്ന് പറയുമല്ലേ, നമ്മള് അഹാന, ഏവയുടെ ഒക്കെ പ്രായം. കുറച്ചുകൂടെ വളരുമ്പോ എന്തായി മാറും? അഡോൾസെന്റ് ആയി മാറും. ഇംഗ്ലീഷിൽ പറഞ്ഞ അഡോൾസെന്റ് ആയി മാറും. പിന്നെ ടീനേജിലേക്ക് വളരും. ടീനേജിൽ നിന്ന് പിന്നെ യൂത്ത്, യൗവനക്കാരനാകണം. യൂത്തിന്റെ ഒരു വളർച്ചയുടെ അന്ത്യഘട്ടം എത്തുമ്പോൾ അവൻ ശരിക്കും ആരായി മാറുന്നത്? പുത്രത്വത്തിലേക്ക് വരുന്നത്, പ്രായപൂർത്തിയിലേക്ക് വരുന്നത്. അപ്പൊ ഈ 4, അതിനെ ഗ്രീക്ക് ബൈബിളിൽ ആ വേർഡുകളെല്ലാം അടുത്ത ദിവസങ്ങൾ വരുമ്പോ ആ ഓരോ വേർഡും അതിന്റെ പുത്രത്വത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. അപ്പോ കുഞ്ഞായിരിക്കുകയാണ്. അടുത്ത പൗലോസ് പറയുകയാണ്, ഐ ഫെഡ് യു വിത്ത് മിൽക്ക് ആൻഡ് നോട്ട് വിത്ത് സോളിഡ് ഫുഡ്. നിങ്ങൾക്ക് ഞാൻ പാലത്രേ തന്നത്. ഹല്ലേലൂയ. അപ്പൊ മക്കളായത് കൊണ്ട് എല്ലാ ഫുഡും കൊടുക്കണമെന്ന് പോലും ഇല്ല. വളർച്ചയ്ക്ക് അനുസരിച്ചാണ് ഫുഡിന്റെ കട്ടി പോലും കൂടുന്നത്. കട്ടിയുള്ള ആഹാരം കഴിക്കണമെങ്കിൽ നീ അത് കഴിച്ച് ദഹിക്കത്തക്ക വിധത്തിൽ നീ എന്ത് ചെയ്യണം? വളരണം. നിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നിന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ത് ചെയ്യണം? അതിന് തക്കവണ്ണം വളർച്ച പ്രാപിച്ചെങ്കിലേ നിനക്ക് കട്ടിയുള്ള ആഹാരം പോലും അപ്പൻ തരത്തുള്ളൂ. അല്ലാതെ പാലും റവയുടെ കുറുക്കും പിന്നെ കൂകരകന്റെ കുറുക്കും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? തരത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്നും ലോകത്തിൽ ചിലർക്ക് എത്ര വർഷം, അതിന്റെ അർത്ഥം നിങ്ങൾ എത്ര വർഷമായി യേശുവിനെ പിന്തുടരുന്നു എന്നല്ല. നിങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനം എത്ര വർഷമായി നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കുന്നു എന്നുള്ളതല്ല, എത്ര വർഷമായി നിങ്ങൾ സഭാംഗമായിരിക്കുന്നു എന്നുള്ളതല്ല. 40 വർഷം പ്രായമുള്ള ശിശുക്കളുണ്ട്. ഹലോ, വയസ്സെത്രയായി? 40ആയി. ജഡത്തിലെ കലണ്ടറിലെ വയസ്സല്ല, ചർച്ചിൽ വന്നിട്ട്. വിശ്വാസത്തിൽ ജനിച്ചിട്ട് 40 വർഷമായി. പക്ഷെ ഇപ്പോഴും പാല് കുടിച്ചാലേ ആ കുട്ടിക്ക് എന്ത് ചെയ്യത്തുള്ളൂ? പറയണം. ആരെങ്കിലും ഒരു പ്രവാചകനോ പ്രവാചകയോ നിങ്ങളെ കുറിച്ച് ഒരു ശക്തമായ പ്രവചനം പറഞ്ഞാലേ ഒന്നൊരു ഗുമ്മാവത്തുള്ളൂ, ഒരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതിന്റെ ലക്ഷണമാണ്. അത് നിങ്ങൾ ഇപ്പോഴും ശിശുക്കളായിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. ഓരോ തവണയും ഒരു പ്രവാചകനോ പ്രവാചകയോ വന്ന് നിങ്ങളെ കുറിച്ച് കുറെ പോസിറ്റീവായ കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് സ്വന്തം ജെറ്റ് കിട്ടാൻ പോകുന്നു, നിങ്ങൾ ഇനി ഇവിടെ കൂടെ നടക്കാൻ പോകുന്നത് അങ്ങനെ തറയിൽ കൂടെ അല്ല, നിങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയാൻ, ഒരു ബൂസ്റ്റപ്പ് ആകും, ഒരു എനർജി, ഒരു തുള്ളൽ, ഒരു ചാട്ടം വരുന്നുണ്ടോ? എല്ലാ വർഷവും എല്ലായ്പ്പോഴും അത് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ you should understand that you are a baby. നിങ്ങൾ വെറും ഒരു ശിശുവാണ്, പുത്രനായിട്ടില്ല. Praise God. പുത്രനാകുമ്പോ പുത്രൻ അറിയാം അപ്പന്റെതെല്ലാം എനിക്കുള്ളതാണ് എന്ന ബോധ്യത്തിൽ യാത്ര ചെയ്യുന്നവനാണ് പുത്രൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise God. കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ദൈവമക്കളോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ പാലത്രേ തന്നത്, കട്ടിയായ ആഹാരം കഴിപ്പാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. Praise God. അടുത്ത് പറയുന്നതാണ്, അതിന്റെ 3-ാം വാക്യം പറഞ്ഞു, for you are still carnal. നിങ്ങൾ ഇപ്പോഴും ജഡീകരല്ലേ. നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്കിടയിൽ ഈർഷ്യയും പിണക്കമുണ്ട്, ഡിവിഷൻസ് ഉണ്ട്. ആർ യു നോട്ട് കാർണൽ ആൻഡ് ബിഹേവിംഗ് ലൈക്ക് മിയർ മെൻ? സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുന്ന വിശ്വാസികളെയും ശിശുക്കളെന്ന ബൈബിൾ പറയുന്നത്. അവരും ആരല്ല? അവകാശികളല്ല. അപ്പൊ അവകാശി, ഗലാത്യ ലേഖനത്തിലേക്ക് 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവകാശി സകലത്തിനും യജമാനെങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാളും ഒട്ടും ശ്രേഷ്ഠതയുള്ളവരല്ല. പ്രൈസ് ഗാഡ്. അപ്പൊ ദാസൻ എന്ന നിലയാണെങ്കിൽ ദാസന്റെയും താഴെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ബേബി എന്നും ബേബി ആയിരിക്കത്തില്ല. ഈ ബേബി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓരോ വർഷവും അവന് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു, അവന്റെ ശരീരത്തിന്റെ സ്റ്റാച്ചർ ഘടന മാറുന്നു, അവൻ വണ്ണം വെക്കുന്നു, പൊക്കം വെക്കുന്നു, ബുദ്ധി ഉണ്ടാകുന്നു, കാര്യങ്ങൾ അറിയാൻ കൂടുതൽ പ്രാപ്തി നേടുന്നു. അവൻ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ വൊക്കാബുലറി വളരുകയാണ്.
ഹല്ലേലൂയ, ആമേൻ. ഇപ്പൊ എനിക്കുള്ള അത്രയും വൊക്കാബുലറി എന്റെ മക്കൾക്കില്ല, അത്രയും പദസമ്പത്ത് അവർക്കില്ല, അത്രയും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രാപ്തി അവർക്ക് ഇല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദിവസം എന്നേക്കാൾ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും എന്നേക്കാൾ വിശാലമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രാപ്തിയിലേക്ക് അവരെന്ത് ചെയ്യും? വളരും. ഹല്ലേലൂയ. ഓരോ ദിവസവും അതിനെ പഠിക്കുന്നത്, നമ്മൾ വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ അയക്കുന്നത്, വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നതെല്ലാം അവരെന്ത് ചെയ്യുകയാണ്? അവർ സ്റ്റോർ ചെയ്യുകയാണ്. അവർ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം അവർ പൂർണ്ണ അവകാശത്തിലേക്ക് വളരും. അന്ന് അപ്പൻ അവനെ ഇവൻ എന്റെ അവകാശിയാണെന്ന് പ്രഖ്യാപിക്കും. അതിൽ പറയുന്നത് അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. റോമർ 8:17 വരാം. മക്കൾ എങ്കിലോ അവകാശികൾ ആകുന്നു. റോമർ 8:17 എടുത്ത്. മക്കളെങ്കിലോ അവകാശികളാകുന്നു. അടുത്ത്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അവിടെ മക്കളെങ്കിലോ അവകാശികൾ എന്ന പദത്തിന് ഗ്രീക്ക് ബൈബിളിൽ അല്ലെങ്കിൽ ഗ്രീക്ക് വേർഡ് ഹിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിയോസ് എന്ന പദത്തിന്റെ അർത്ഥം പ്രായപൂർത്തിയായ മകൻ, മെച്വേർഡ് സൺ എന്നാണ്. ആമേൻ. പൂർണ്ണ വളർച്ച പ്രാപിച്ച മകൻ എന്ന അർത്ഥമാണ്. അപ്പൊ പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു? അവകാശിയായി മാറുകയാണ്. സകലത്തിനും അവകാശിയായി മാറുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതുവരെ നിങ്ങൾ ആരായിരുന്നില്ല. മക്കളാണെങ്കിൽ പോലും നിങ്ങളെ ആരാക്കുന്നില്ല? അവകാശികൾ ആക്കുന്നില്ല. നീ ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. മറ്റൊരു പുത്രത്വത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം. മക്കളായാലും ഗുണമില്ല. ആമേൻ. ആ മക്കൾക്കകത്തും ജനിച്ചത് കൊണ്ടും മക്കളാകണമെന്നില്ല, ജനിച്ചത് കൊണ്ടും അവകാശിയാകണമെന്നില്ല. ആരിലൂടെ ജനിക്കുന്നു എന്നതും വിഷയമാണ്. ഹല്ലേലൂയ. ലീഗൽ വൈഫിലൂടെ ജനിച്ചാൽ മാത്രമേ ലീഗൽ റൈറ്റ് കിട്ടത്തുള്ളൂ. വെപ്പാട്ടിക്ക് ജനിച്ചാൽ ലീഗൽ റൈറ്റ് കിട്ടത്തില്ല. ഓ, മനസ്സിലായോ? എത്ര പേരുണ്ട്? ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലേക്ക് വന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 21 ന്യായപ്രമാണത്തിന് കീഴിൽ ഇച്ഛിക്കുന്നവരെ അബ്രഹാമിന്റെ ചിത്രം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ഒരുത്തൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരം ജനിച്ചവൻ, കാർണൽ ബേബി, ജഡപ്രകാരം ജനിച്ച മകൻ. ഇനി സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താൽ ജനിച്ചവനത്രേ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇത് നമുക്ക് ഈ ചിത്രം നന്നായിട്ട് അറിയാം. അബ്രഹാമിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. നിയമപ്രകാരം വിവാഹം കഴിച്ച സാറ എന്ന ഭാര്യ അബ്രഹാമിന് ഉണ്ടായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. 25 വർഷത്തോളം അവർ മക്കൾക്ക് വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ ഇതിന് ഇടയ്ക്ക് ഒരു 12 വർഷം, ആ കാത്തിരിപ്പിന്റെ 12 വർഷം കഴിയുമ്പോൾ സാറ എന്ത് ചെയ്തു? മിസ്രൈമിലെ ദാസിയായി തന്റെ വേലക്കാരിയായ ഹാഗറിനെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തു. കഥയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ചുരുക്കത്തിൽ വേഗത്തിൽ പോവുകയാണ്. ഹാഗറിൽ നിന്ന് സാറയും ഹാഗറും കൂടെ മിക്സായപ്പോ ഹാറ എന്ന്. ഹാഗറിൽ നിന്ന് ആര് ജനിച്ചു? ഇസ്മായേൽ എന്ന കുഞ്ഞ് ജനിച്ചു, ഒരാൺകുട്ടി ജനിച്ചു. ആ കുഞ്ഞ് വളർന്നു. 13 വയസ്സായപ്പോൾ ഇസഹാക്ക് അടുത്ത കുഞ്ഞ് ജനിക്കുകയാണ്. വാഗ്ദത്ത സന്തതി ജനിക്കുകയാണ്, ഇസഹാക്ക്. ആമേൻ. ചിത്രം മനസ്സിലായല്ലോ. 2 മക്കളും ഒരേ വീട്ടിൽ വളരുകയാണ്. 2 മക്കളും ഒരേ അപ്പന്റെ മക്കളാണ്. പക്ഷെ അമ്മമാർക്ക് വ്യത്യാസമുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ഗോഡ്. അപ്പന്റെ പേര് അബ്രഹാം എന്നാണ്. പക്ഷെ 2 പേരുടെയും അമ്മയുടെ പേര് വരുമ്പോ പേര് മാറും. ഒരാളുടെ അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് സാറ എന്നും മറ്റൊരാളുടെ അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് ഹാഗർ എന്നും വരും. അപ്പൊ 2 പേരും ഒരേ വീട്ടിൽ വളരുകയാണ്. 2 പേരും പറയുകയാണ് അബ്രഹാം എന്റെ അപ്പനാണ്.